He's coming back. വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ കണ്ടിട്ട് കുറച്ച് കാലമായല്ലേ? ടിക്കറ്റ് കിട്ടിയായിരുന്നോ? ടിക്കറ്റ് കിട്ടിയ എല്ലാ ചേട്ടന്മാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ടിക്കറ്റ് കിട്ടാത്തവർ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാർച്ച് 27 റിലീസാകാൻ പോകുന്ന എംപുരാൻ. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ലൂസിഫർ എന്നാണ് വന്നത്. അപ്പോൾ ലൂസിഫർ 2 L2 എംപുരാൻ തിയേറ്ററുകളിലേക്ക് റിലീസാകാൻ പോവുകയാണ്. കുറച്ച് കാലമായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ ലാലേട്ടൻ ഫാൻസിൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന അമർഷം മുഴുവൻ അവർ തീർക്കാൻ പോകുന്ന ആ ഒരു ദിവസമാണ് മാർച്ച് 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലമായി വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററിനകത്ത് എന്തായാലും ഗംഭീര ആഘോഷമായിരിക്കും നമ്മൾ അങ്ങോട്ട് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ 27 ടിക്കറ്റ് കിട്ടിയ ചേട്ടന്മാരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം, അതായത് തിയേറ്ററിനകത്തേക്ക് കയറി ആ ഒരു ആർപ്പുവിളിയും ബഹളവും ആർമാദവും ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതാണ്. പക്ഷേ ഇത് ഞാൻ അഡ്വാൻസ് ആയിട്ട് കണ്ടു കേട്ടോ. അതെന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങളിതേ ഒന്ന് കണ്ടു നോക്കിക്കോ. എംപുരാൻ തിയേറ്ററിൽ പ്ലേ ചെയ്തു, അത് ആൾക്കാർ കണ്ടു. അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എംപുരാൻ തിയേറ്ററിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അത് സിനിമയല്ല, അത് ടീസറാണ്. അപ്പോഴേ ഈ നമ്മുടെ ലൂസിഫർ ഇറങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം എന്താ പറയുക, മൈൽ സ്റ്റോണുകളൊക്കെ ഭേദിച്ചിട്ടുള്ളൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, തിയേറ്റർ റിലീസ് കഴിഞ്ഞ് ഇത്രയധികം കളക്ഷനൊക്കെ വാരിയിട്ട് പെട്ടെന്ന് തന്നെ OTTയിലേക്ക് റിലീസായ ഒരു സിനിമ കൂടിയായിരുന്നു നമ്മുടെ ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്ക് OTTയിലും മലയാള സിനിമകൾ കാണാൻ പറ്റും, അങ്ങനെ ഒരു തെളിയിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വളരെ വേഗത്തിൽ തന്നെ മൈൽ സ്റ്റോണുകളൊക്കെ ഇങ്ങനെ അച്ചീവ് ചെയ്തൊരു സിനിമ കൂടിയായിരുന്നു ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പൃഥ്വിരാജൊക്കെ ഒരു സിനിമയായിട്ട് ഇറങ്ങുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കും, നമ്മുടെ മൊത്തത്തിൽ സംഭവിക്കാറുണ്ട്. നമ്മുടെ അവതാർ സിനിമ റിലീസായ സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള തിയേറ്ററുകൾ മൊത്തത്തിൽ അങ്ങോട്ട്, കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തത്തിൽ അങ്ങോട്ട് അടിമുടി മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ ഒരു എംപുരാൻ അല്ലെങ്കിൽ ലൂസിഫറൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ തിയേറ്ററുകളിലൊക്കെ സംഭവിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എംപുരാൻ്റെ ടീസർ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കണ്ട വിഷ്വൽ ഏത് തിയേറ്റർ എന്നറിയോ? നമ്മുടെ കൊല്ലം പാരിപ്പള്ളി രേവതി സിനിമാക്സ് ഉണ്ടല്ലോ, അവിടുത്തെ വിഷ്വലാണ്. പൊതുവേ നമ്മുടെ മലയാള സിനിമകളുടെ ടീസറുകളൊന്നും അങ്ങനെ തിയേറ്ററിൽ എക്സ്ക്ലൂസീവായിട്ട് പ്ലേ ചെയ്യാറില്ല, കറക്റ്റല്ലേ? നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഇപ്പോൾ വിജയ് സിനിമകളൊക്കെ തമിഴ്നാട്ടിൽ അവരുടെ ട്രെയിലറൊക്കെ തിയേറ്ററുകളിൽ പ്ലേ ചെയ്യാറുണ്ട്. പക്ഷേ മലയാള സിനിമകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു പുതിയ ട്രെൻഡിന് ഇപ്പോൾ ഈ ഒരു എംപുരാൻ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇത് ട്രെയിലറല്ല, ടീസറാണ്. ടീസർ ഇറങ്ങിയിട്ട് ഒരു 2 മാസം മുന്നേ ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ഇച്ചിരി ലേറ്റായി പോയിട്ടോ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആർമാദമായിരുന്നു. അതായത് അന്ന് ഇത് ടീസറാണല്ലോ, അറിയാം, ഇത്ര സെക്കൻഡേ ഉള്ളൂ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ, ഇത് ടിക്കറ്റ് വെച്ചിട്ടുള്ള സാധനമൊന്നുമല്ല കേട്ടോ, ഇത് ഫ്രീ ആയിട്ട് തന്നെയാണ് തിയേറ്ററുകാർ കാണിച്ചത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ പല ഭാഗത്തു നിന്നും തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ തിയേറ്ററിനകത്തേക്ക് കയറി ഈ സാധനം അങ്ങോട്ട് കണ്ട് എൻ്റെ മോനെ വേറെ ലെവൽ വൈബായിരുന്നു. ഇത്രയും സെക്കൻഡുള്ളൊരു ടീസറിൻ്റെ ഫീഡ്ബാക്ക് തന്നെ ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ട്രെയിലറും കണ്ടു കാണും, വേറെ ലെവൽ വിഷ്വൽ ക്വാളിറ്റിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കിടിലം ട്രെയിലറും ടീസറും ആയിരുന്നു. ആർക്കും പ്രത്യേകിച്ച് എന്താ പറയുക, ഇത് പോരാ, അങ്ങനത്തെ ഒരു ഫീലില്ല. വേറൊരു ലെവൽ സാധനം തന്നെയാണ് നമ്മൾ കണ്ടത്. പൃഥ്വിരാജ് നമുക്ക് വേണ്ടി ഒരുക്കിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഐമാക്സിൻ്റെ പോസ്റ്ററിലാണെന്ന് തോന്നുന്നു രണ്ടുപേരും നടന്നു വരുന്നതിനകത്ത് നമ്മുടെ രാജുവേട്ടൻ ചെറുതായിട്ടൊന്ന് തൂക്കിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കുറേയധികം കമൻറ്റും നല്ല ഫീഡ്ബാക്കുകളൊക്കെ പുള്ളിക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ചെറുതായിട്ട് ലാലേട്ടനൊന്ന് സൈഡാക്കിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. പക്ഷെ അത് വെറും ഒരു പോസ്റ്റർ മാത്രമാണ്. സിനിമ നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. മോഹൻലാലിൻ്റെ സിനിമയാണല്ലോ, മോഹൻലാലാണ് ഇവിടെ. ഒരേ ഒരു രാജാവേ ഉള്ളെന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബുക്കിങ്ങിൻ്റെ ഒരു കൊലത്തൂക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ, ഞാൻ വിചാരിച്ചില്ല ശരിക്കും പറഞ്ഞ ഒരു മലയാള സിനിമ ഈ രീതിയിലൊക്കെ
സമ്മതിക്കണം കേട്ടോ. കാര്യം നമ്മുടെ ഇപ്പോൾ എത്രയാണ് ഈ ഒരു 3.5 കോടി അല്ലെങ്കിൽ ഒരു 5 കോടി കൂട്ടിക്കോ എല്ലാം കൂടെ ചേർത്ത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നൊക്കെ ഇങ്ങനൊരു സിനിമ വരുന്നു. അത് ഇത്രയും നല്ല രീതിയിൽ ബുക്കിംഗ് ഓവർസീസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഫീഡ്ബാക്ക്. ഹാ! എൻ്റെ മോനെ! അപ്പോൾ എന്തായാലും ഈ എമ്പുരാനോട് കൂടിയിട്ട് ഇപ്പോൾ സിനിമകളുടെ ടീസറുകളും ഒക്കെ ഇങ്ങനെ തിയേറ്ററിലേക്ക് എക്സ്ക്ലൂസീവായിട്ട് പ്ലേ ചെയ്യുന്ന കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ യൂട്യൂബിൽ പ്ലേ ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അതേ ടൈമിൽ തിയേറ്ററിൽ എക്സ്ക്ലൂസീവായിട്ട് പ്ലേ ചെയ്യുന്ന ആണിപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആർമാദിക്കലൊക്കെ നിങ്ങൾ കണ്ടു. അതൊരു ശരിക്കും പറഞ്ഞ ഒരു തുടക്കം മാത്രമാണ്. ഇനി നമ്മൾ 27-ാം തീയതി കാണാൻ പോകുന്നത് മോനെ വേറെ ലെവൽ സാധനമായിരിക്കും. Rest in peace.